ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് നമ്മുടെ മക്കളുടെ പ്രവേശനോത്സവമാണ്, ജൂൺ 2. നമ്മുടെ ലില്ലി രാവിലെ തന്നെ കുളിച്ച് നല്ല അടിപൊളിയായിട്ട് മാറ്റി നിൽക്കുകയാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര സന്തോഷമാണ്, നമുക്ക് നോക്കിയാൽ തന്നെ അറിയുന്നുണ്ട്. ബാഗൊക്കെ ഇട്ട് പോകാനായിട്ട് ഭയങ്കര ഭയങ്കര ഉഷാറായിരുന്നു ആളിന്ന് മൊത്തം. അപ്പോൾ എന്താ വെച്ചാൽ 2 മാസമല്ലേ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുതിയ ബാഗും ഒക്കെ ഇട്ടിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിന്ന് ലീവായിരുന്നു. മോളെ വാനിൽ കയറ്റി അയച്ചതിന് ശേഷം ഞാനിങ്ങനെ ബസ്സിന് പോകാമെന്നാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോള് വാന് വരുന്നത് കാത്ത് നിൽക്കുക കേട്ടോ. അങ്ങനെ വാന് വന്നു. അവൾ കയറ്റി അയക്കണം. അവൾക്ക് സിരി എപ്പോഴും നിൽക്കണുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. 2 മാസം അവൾ വീട്ടിലിരുന്നിട്ടേ അവൾക്ക് ഭയങ്കര ബോറടിയൊക്കെ ആയിരുന്നു. ദിവസം കരച്ചിലായിരുന്നു, ഉമ്മച്ചിയെ ബോറടിക്കുകയാണ്, എന്താ ചെയ്യാന്ന് വെച്ച് ടാറ്റയൊക്കെ കാണിച്ച് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി, ഞാനും എൻ്റെ അയൽവാസികളുണ്ടായിരുന്നു. ഒരു വീഡിയോയിൽ കാണിക്കേണ്ട വിചാരിച്ചിട്ടാണ്. ഞങ്ങൾ 18-ലാണ് കേട്ടോ. 18 എന്ന് പറഞ്ഞ സ്ഥലത്താണ് മോളെ സ്കൂള്. ഇത് ഞങ്ങളുടെ അയൽവാസിൻ്റെ കുട്ടിയാണ് കേട്ടോ. സുന്ദരി കുട്ടിയാണ്, ഒരു പാവം കുട്ടിയാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. അവിടെ ഏകദേശം ഫംഗ്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പോയപ്പോഴത്തന്നെ ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. 10 മണിക്കായിരുന്നു തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ലില്ലി ഞങ്ങളെ ദൂരത്ത് നിന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉമ്മച്ചി എന്നൊക്കെ വിളിച്ചിങ്ങനെ ഹായ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓളും ഓളെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. ഓളൊരു പ്രിയപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ട്, ഷെൻസ അലി എന്ന് പറയും. പക്ഷെ ആ കുട്ടിയില്ല കേട്ടോ അവിടെ. അവൾക്ക് നല്ല പിങ്ക് ബലൂണൊക്കെ കിട്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഒരുപാട് പേരെ കാണാൻ പറ്റി. നമ്മൾ ഈ സ്കൂളിൽ 1-ാം ക്ലാസ് മുതലുള്ളത് കൊണ്ട് അവിടുത്തെ കുട്ടികളുടെ ഇപ്പോൾ മോളെ ഫ്രണ്ട്സിൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ ആ ഫ്രണ്ട്സിൻ്റെ ഉമ്മമാരെ എനിക്ക് പരിചയമാണ്. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫ്രണ്ട്സൊക്കെയാണ്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഫസ്റ്റ് ഡേ. മക്കളെ പോലെ തന്നെ ഞങ്ങളും പാരൻസും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനുശേഷം മോള് പറഞ്ഞു, ഉമ്മച്ചി ഞങ്ങളെ ക്ലാസ് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. ഇതായിരുന്നു കേട്ടോ മോളെ ഫസ്റ്റ് ക്ലാസ്. 1C ഇതായിരുന്നു, സ്നീതു ടീച്ചറുടെ ക്ലാസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിൽ പോയി മോളെ ക്ലാസ്സൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അവളുടെ സന്തോഷം കണ്ടോ? ആ സന്തോഷം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ്. ഇന്ന് പിന്നെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു ഉഷാറായിരുന്നു കേട്ടോ. മറ്റേത് മഴയൊക്കെ ആയിട്ട് ഭയങ്കര ചെളിയൊക്കെ ആയി. മക്കളുടെ ഫസ്റ്റ് ഡേ തന്നെ പറ്റ മോശമാകുമായിരുന്നു. എന്തായാലും മാഷാ അല്ലാ അൽഹംദുലില്ലാ ഉഷാറായി. അവളെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. കേട്ടോ, ഇത് അവളെ വേറെ ഫ്രണ്ടാണ് ഇപ്പോൾ പോയത്. ആ കുട്ടീൻ്റെ പേര് സിയ എന്നാണ് കേട്ടോ. പിന്നെ അവിടെ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. മക്കളുടെ പ്രവേശനോത്സവമല്ലേ, LKGക്കും അതുപോലെ 1-ാം ക്ലാസ്സിലേക്കൊക്കെ പുതുതായിട്ട് വന്ന എല്ലാ മക്കളെയും ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഭയങ്കര അടിപൊളിയായിരുന്നു ആഘോഷങ്ങളൊക്കെ. നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും. മക്കളെ പോലെ തന്നെ ഞങ്ങൾ ടീച്ചേഴ്സും ഞങ്ങൾ പാരൻസും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ കുറച്ച് നേരം താഴെ പോയി നിൽക്കും. പിന്നെ താഴെ ഭയങ്കര വെയിലായിരുന്നു. പിന്നെ മോളുടെ അടുത്ത് കുറച്ച് നേരം പോയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് സ്നീതു ടീച്ചറാണ് കേട്ടോ. മോൾ 1Cയിലെ ടീച്ചറാണ്. നല്ല ടീച്ചറാണ് കേട്ടോ, അടിപൊളി. അവൾക്ക് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ ചാനലും ഇടയ്ക്ക് ചോദിച്ചറിയുന്ന ഒരു ടീച്ചറും കൂടെയാണ് കേട്ടോ. ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് പാരൻസിനായാലും കുട്ടികൾക്കായാലും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചറാണ്. ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും ലില്ലീനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലില്ലി മുകളിലായിരുന്നു. അവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവൾ കൊണ്ടുപോയ മറ്റേ യൂണിക്കോണിൻ്റെ ബാഗിൽ നിന്ന് അങ്ങനെയൊക്കെ പറയും, ഞാൻ കൊണ്ടുപോകണ യൂണിക്കോണിൻ്റെ ബാഗിൽ നിന്ന് യൂണിക്കോണിൻ്റെ ബോക്സൊക്കെ എടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിലൊരു യൂണിക്കോണും പിങ്ക് കളറുമാണ് അവൾക്കിഷ്ടം. അപ്പോൾ അതിങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. പ്രവേശനോത്സവമായിട്ട് നമ്മുടെ അബ്ബാസ് കമാനത്തിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ കാണുന്ന ആ ഗ്രീൻ ഷോൾ ചുറ്റിയ ആ സാരി എടുത്തിട്ടുള്ള ആളാണ് കേട്ടോ നമ്മുടെ പ്രിൻസിപ്പൾ, നമ്മുടെ ഹഫ്സത്ത് ടീച്ചർ. ആൾ എല്ലാം കൊണ്ടും നല്ല ബെസ്റ്റ് ഒരു ലീഡറും കൂടെയാണ് കേട്ടോ. അത്രയ്ക്കും പെർഫെക്റ്റ് ആണ് ആൾ. പിന്നെ അബ്ബാസ് കമാനത്തിൻ്റെ പാട്ടിന് ശേഷം മക്കളുടെ ഡാൻസ് ഉണ്ടായിരുന്നു, വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചുണ്ടായിരുന്നു, പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മുഴുവനായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് എനിക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും.
കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാ മക്കളും നല്ല ഹാപ്പിയായി, പാരൻസൊക്കെ ഹാപ്പിയായി. മക്കളോട് ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ക്ലാസ്സിൽ കയറി ഇരുന്ന് തുടങ്ങുകയാണ് കേട്ടോ. ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ വരാനായി. ഞാൻ മോളോട് പോവുകയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. ആൾക്ക് ഞാൻ ചോദിച്ചു എൻ്റെ കൂടെ വരണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, ഞാൻ വാനിൽ വന്നോളാം എന്ന് പറഞ്ഞു. ആൾക്ക് അത്രയും ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ പൊതുവെ മക്കൾ സ്കൂളിൽ പോകാനൊക്കെ മോൾ ഭയങ്കര മിടുക്കിയാണ്, മദ്രസയിലായാലും സ്കൂളിലായാലും ഒക്കെ. പിന്നെ ഇനിയിപ്പോൾ ഈ വരുന്നതാണ് കേട്ടോ മോളുടെ ക്ലാസ് ടീച്ചർ. ആളെ എനിക്ക് ശരിക്കും ക്യാമറയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ നമുക്ക് പാരൻസിനൊക്കെ ഇവിടെ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു പായസമൊക്കെ കുടിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വീട്ടിൽ പോയി. ഇവിടെ ഉച്ചയ്ക്കുള്ള ലഞ്ചും കൂടെ പാരൻസിനുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനത് കഴിക്കാനായിട്ട് നിന്നിട്ടില്ല. ഇവിടെ എന്ത് പരിപാടി ഉണ്ടാവുകയാണെങ്കിലും പാരൻസിനും അതേപോലെ ഫുഡ് അവർ അറേഞ്ച് ചെയ്യും. ഇത് ഞാൻ കുറച്ച് മുന്നേ കാണിക്കേണ്ട വീഡിയോ ആയിരുന്നു, മോളുടെ ബാക്ക് ടു സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ. അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഇത് ഞാൻ കാണിച്ചത് ഇതൊക്കെ മോളുടെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. അതൊക്കെ സ്കൂൾ തുറക്കുന്നതിൻ്റെ മുമ്പ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾക്ക് 4-5 നോട്ട് ബുക്കേ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അതുണ്ട്. പിന്നെ 2 ലൈൻ കോപ്പി, 4 ലൈൻ കോപ്പി അങ്ങനെയൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. എല്ലാം ഒരു പിങ്ക് കളറിലാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. ബാഗും മറ്റേ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ അതിൽ ഓൾ ആഗ്രഹിച്ചതൊക്കെ പിങ്ക് കളറിൽ കിട്ടിയിട്ടുണ്ട്. ഒരു ബോക്സ് മാത്രമാണ്, അത് ഓൾക്ക് ഇഷ്ടപ്പെട്ടത് പർപ്പിൾ കളറിൻ്റെയാണ്, അതാണ് എടുത്തത്. പിന്നെ ഇതുണ്ടോ, ഇതടക്കം പിങ്ക് കളറിലാണ് വാങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഓൾക്കും അതേപോലെ ചിരി വരും. ഓരോ പിങ്ക് കളർ കിട്ടുമ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര തുള്ളിച്ചാട്ടവും സന്തോഷമൊക്കെയാണ്. ഇത് കണ്ടോ, ഇതിലൊക്കെ ഒരു യൂണിക്കോണിൻ്റെ ടച്ച് ഉണ്ടാവും. എന്ത് വാങ്ങിക്കൊടുക്കുകയാണെങ്കിലും അതിൽ പറയും അതിലൊരു യൂണിക്കോൺ വേണമല്ലോ പറയും. അങ്ങനെ വലിയൊരു യൂണിക്കോണിനെ തന്നെ നോക്കി പോയിട്ട് വലിയൊരു യൂണിക്കോണും ഒപ്പം പിങ്ക് കളറിലുള്ളൊരു ബാഗും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും മോള് സ്കൂൾ വിട്ട് വന്നിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. ഓള് വന്നപ്പോൾ 2:30 ആയിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പേ വീഡിയോ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. പിന്നെ അതിൽ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂണിക്കോണിൻ്റെ ഒരു ബോട്ടിലുണ്ടായിരുന്നു, വാട്ടർ ബോട്ടിൽ. അതേപോലെ ടിഫിൻ ബോക്സ് നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ, അതിവിടെ ഉണ്ട്. പിന്നെ ചെറിയ സ്കെച്ച് പെന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്, കാരണം അത് കുറച്ച് ദിവസമേ ഓടുള്ളൂ എന്ന് എനിക്കറിയാം. പിന്നെ അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കവായ് സ്റ്റിക്കർ. ഇത് എവിടെ പോയി കഴിഞ്ഞാലും കവായ് സ്റ്റിക്കർ ഇല്ലാതെ മോള് വരികയേ ചെയ്യില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ സ്കൈലുണ്ട് കണ്ടോ, അതിൽ ഒരു പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ തിരഞ്ഞിട്ട് നമുക്ക് മറ്റേ യൂണിക്കോണിൻ്റെ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ അത് ഉറപ്പിച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ.